ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിന്റെ രത്നച്ചുരുക്കം എന്ന് പറയാൻ കഴിയുന്നത്. വി.ഡി. സതീശൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇപ്പോൾ കേരളത്തിൽ ഒരു ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ ഔചിത്യബോധം എന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിരിക്കേണ്ട താങ്കൾ ഇവിടെ തലസ്ഥാനത്തുണ്ടായി ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയല്ലേ വേണ്ടത് എന്നാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു: ഞാൻ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ മുഖ്യമന്ത്രി പ്രളയ സമയത്ത് ഭക്ഷണം കഴിക്കാതെ പട്ടിണിക്കിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് എന്തൊരു ബാലിശമായ മറുപടിയാണ്. അദ്ദേഹത്തിന് ആ ചോദ്യത്തിന്റെ അർത്ഥം പോലും മനസ്സിലായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാധ്യമപ്രവർത്തകർ ചോദിച്ചത് വ്യക്തമാണ്. ഒരു മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിന്റെ തലവൻ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിനെ ഏകോപിപ്പിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാകേണ്ടത് ഔചിത്യമല്ലേ? എന്നാൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ സമയത്ത് പൊന്നാനിയിൽ ഒരു വിരുന്നിൽ സുഭിഷ്ടമായ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇതിനെയാണ് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചത്. അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി കോൺഗ്രസ് അനുകൂലികൾ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യമാണ്: എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്ന്. വി.ഡി. സതീശൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയോട് അദ്ദേഹം പട്ടിണിക്കിരിക്കണമെന്നൊന്നും മാധ്യമപ്രവർത്തകരോ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നാണ് ഇതിലൂടെ അവർ അർത്ഥമാക്കിയത്. മാധ്യമപ്രവർത്തകർ ഇതിനെയും കൗണ്ടർ ചെയ്തപ്പോൾ ഇമോഷണലായി അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്നാണ്. ഇത് മാധ്യമപ്രവർത്തകരോടും നമ്മുടെ സമൂഹത്തിനോടുമുള്ള പരിഹാസമല്ലേ എന്നാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. മാത്രവുമല്ല, അതിൽ മറ്റൊരു ബാലിശമായ കാര്യം അദ്ദേഹം പറഞ്ഞു. ദുരന്ത നിവാരണ ടീമിനോട് അദ്ദേഹം ചോദിച്ചപ്പോൾ താങ്കൾ വരേണ്ട ആവശ്യമില്ല, എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഇവിടെ എല്ലാം കുഴപ്പമില്ലാതെ നടക്കുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണത്രേ അദ്ദേഹം വിരുന്നിനും മറ്റുള്ള ജ്വല്ലറി ഉദ്ഘാടനവും ഹോസ്പിറ്റൽ ഉദ്ഘാടനവും കോളേജ് പരിപാടികൾക്കും പോയത്. ഞാൻ ഈ പറഞ്ഞുതരാം. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയിൽ നമ്മൾ ഇതാണോ പ്രതീക്ഷിക്കുന്നത്? ഒരു മുഖ്യമന്ത്രി വിളിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയോട് ചോദിക്കുകയാണോ ചെയ്യേണ്ടത്, ഞാൻ വരണമോ വേണ്ടയോ എന്ന്? അദ്ദേഹം അവിടെ പോകേണ്ടതല്ലേ അദ്ദേഹത്തിന്റെ കടമ? അതാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിറവേറ്റുന്നതിൽ പരാജയമായിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഉപയോഗവും ചോദ്യത്തിൽ വന്നിരുന്നു. അതിനും അദ്ദേഹം നൽകിയ മറുപടി ബാലിശം തന്നെയായിരുന്നു. ഞാൻ ഹെലികോപ്റ്റർ എടുത്ത് പോയത് എന്റെ പേഴ്സണൽ ആവശ്യത്തിനല്ല. കുറച്ച് സ്വകാര്യ നിക്ഷേപകർ തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം കൊച്ചിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവരെ കാണാനും അവരുമായി മീറ്റിംഗ് കൂടാനുമാണ് താൻ പോയത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എങ്കിൽ നമുക്ക് ഈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മാറ്റാം. ഏത് സ്വകാര്യ നിക്ഷേപകരെയാണ് കാണാൻ പോയത്? അതിന് പരിഹാസത്തോടെ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു: അത് പറയാൻ കഴിയില്ല, നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മുടക്കാനല്ലേ എന്ന്. ഏത് മാധ്യമപ്രവർത്തകനാണ് കേരളത്തിലേക്ക് വരുന്ന ഒരു സ്വകാര്യ നിക്ഷേപത്തെ മുടക്കിയത്? എന്നാണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്? ഇനി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ടാറ്റയുടെ കാര്യമാണെങ്കിൽ, ടാറ്റ അങ്ങനെ ഒരു നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കി. ആ സത്യമാണ് മാധ്യമപ്രവർത്തകർ വെളിച്ചത്ത് കൊണ്ടുവന്നത്. അതായത് ഒരു നുണയെ മാധ്യമപ്രവർത്തകർ പൊളിച്ചടുക്കുകയായിരുന്നു. അതെങ്ങനെയാണ് അവർ നിക്ഷേപം തടഞ്ഞത്? കേരളത്തിലേക്ക് നിക്ഷേപം ഇടാൻ പോലും ആലോചിക്കാത്ത ഒരു ടീമിന്റെ കയ്യിൽ നിന്ന് നിക്ഷേപം കിട്ടും എന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് കരുതിയിരുന്നത് എന്ന ചോദ്യവും ഉയരുന്നു. വിമർശനങ്ങൾക്ക് നടുവിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ
പ്രതിപക്ഷത്ത് എന്ത് നിലപാടിലാണോ ഇരുന്നത് അതിൽ നിന്ന് അപ്പാടെ മലക്കം മറിയുകയാണ് ഇപ്പോൾ ഭരണപക്ഷത്ത് എത്തിയപ്പോൾ. PSC നിയമനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ വേക്കൻസി ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സമരപ്പന്തലിൽ പോയി 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഭരണത്തിലെത്തിയാൽ നിങ്ങളുടെ ജോലി ഉറപ്പാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനൊപ്പം തന്നെ പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ താൻ വിമർശിച്ചില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ അതും സത്യമല്ല. പിണറായി വിജയന്റെയും LDF സർക്കാരിന്റെയും ധൂർത്താണ് ഹെലികോപ്റ്റർ എന്ന് അദ്ദേഹം പറഞ്ഞതിനുള്ള തെളിവുകൾ മാധ്യമങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്.